നമസ്കാരം. തദ്ദേശക വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിലെത്താൻ കുടുംബശ്രീയുടെ മാ കെയർ പദ്ധതി. ലോകവേദിയിൽ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി സുസ്ഥിര ത്രിത്താല പദ്ധതി. വിജ്ഞാന കേരള പദ്ധതി. ജില്ലാതല ഇന്റേണർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷാ തീയതി നീട്ടി. സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കളമശ്ശേരി രാജഗിരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി. എല്ലാ കിടപ്പ് രോഗികൾക്കും ചികിത്സാ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് കെയർ സംവിധാനം ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ പുതിയൊരു മാതൃകയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. സാർവത്രിക പാലിയേറ്റീവ് കെയർ സംവിധാനം വഴി കിടപ്പിലായ ഓരോ രോഗിയെയും അവരുടെ തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധിപ്പിക്കും. ഓരോ വാർഡിലും സേവനത്തിനായി ആശാപ്രവർത്തകർ നേതൃത്വം നൽകുന്ന ടീം രൂപീകരിക്കും. ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും കിടപ്പിലല്ലാത്ത എന്നാൽ ദീർഘകാലമായി ഗുരുതര രോഗബാധിതരായ രോഗികളെ പരിശോധിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കും. ഇതിനായി നഴ്സുമാർക്ക് പരിശീലനം നൽകും. അരികെ കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട രോഗികൾക്ക് തൊഴിൽപരമായ പിന്തുണ നൽകുന്നതിന് കുടുംബശ്രീയുമായി സഹകരിച്ച് എറണാകുളം, മലപ്പുറം ജില്ലകളിൽ പദ്ധതി ആരംഭിക്കും. മറ്റു ജില്ലകളിലും പദ്ധതി വ്യാപിപ്പിക്കും. പാലിയേറ്റീവ് സേവനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡിൽ ഇതുവരെ പാലിയേറ്റീവ് പരിചരണം നൽകുന്ന 1362 സർക്കാർ സ്ഥാപനങ്ങളും 1085 സന്നദ്ധ സംഘടനകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് പ്രവർത്തനങ്ങളുടെ മാർഗരേഖ പ്രകാശനം ചെയ്തു. ഓപ്പൺ ഹെൽത്ത് കെയർ നെറ്റ്വർക്ക് ടീമിനുള്ള ഉപഹാര സമർപ്പണം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും ചേർന്ന് നൽകി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, പി വി ശ്രീനിജൻ MLA, ഹൈബി ഈഡൻ MP, ജില്ലാ കളക്ടർ SK ഉമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സീമ കണ്ണൻ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N ഗോബർഗേഡ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ S ചിത്ര എന്നിവർ പങ്കെടുത്തു. അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ കോട്ടയം ജില്ല വഴികാട്ടിയായിരിക്കുകയാണെന്ന് പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. അതിദരിദ്രരില്ലാത്ത കോട്ടയം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി രാജേഷ് അഭിനന്ദനം അറിയിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ജില്ലയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്മരണിക അദ്ദേഹം മന്ത്രി VN വാസവന് നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MLAമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കളത്തുങ്കൽ, CK ആശ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ K മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മുകേഷ് K മണി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ PC ബാലഗോപാൽ, ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സംസ്ഥാന സർക്കാർ മുൻഗണനാ പദ്ധതിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജില്ലയിൽ സർവേ നടത്തി 1071 അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിയിരുന്നു. മരണപ്പെട്ടവർ, ഇതര സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ കുടിയേറിയവർ എന്നിവരെ ഒഴിവാക്കിയ ശേഷം 903 കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഓരോ കുടുംബത്തിനും പ്രത്യേക പദ്ധതി എന്ന നിലയിൽ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയാണ് പ്രവർത്തിച്ചത്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിലെത്താൻ കുടുംബശ്രീയുടെ മാ കെയർ പദ്ധതി എത്തുന്നു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകസമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, സ്കൂൾ സ്റ്റേഷനറി ഐറ്റങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ എന്നിവ ലഭ്യമാക്കുന്നതിന് സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കിയോസ്കുകൾ തുറക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം. കിയോസ്കുകൾ സ്ഥാപിക്കാൻ സ്ഥലം ലഭ്യമല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ക്ലാസ് മുറികളും ഇതിനായി ഉപയോഗിക്കും. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർക്ക് കിയോസ്കിൽ നിന്നും ഭക്ഷണപാനീയങ്ങളും മറ്റ് സാധനങ്ങളും മിതമായ നിരക്കിൽ വാങ്ങാനാകും. ജൂലൈയിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിന് കീഴിലുള്ള 1000 സ്കൂളിലെങ്കിലും പദ്ധതി തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി തുടങ്ങുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അതത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സ്കൂൾ അധികൃതർ, CDS അധ്യക്ഷ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും. സ്കൂളുകളിൽ കിയോസ്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാർക്ക് നിർദ്ദേശവും നൽകി. കുടുംബശ്രീ വനിതകൾക്ക് വരുമാനം ലഭ്യമാക്കുന്നതോടൊപ്പം ഉപജീവന മേഖലയെ ശക്തിപ്പെടുത്തുന്നത് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാ കെയർ കിയോസ്ക് പദ്ധതി നടപ്പിലാക്കുക. ലോകവേദിയിൽ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങിയ സുസ്ഥിര ത്രിത്താല പദ്ധതി. ഇറ്റലിയിലെ റോമിൽ സെപ്റ്റംബർ 10-11 തീയതികളിലായി നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലാണ് സുസ്ഥിര ത്രിത്താലയും വിഷയമായി എത്തുക. പദ്ധതി അവതരണത്തിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷിനൊപ്പം കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ IAS കോൺഫറൻസിൽ സംബന്ധിക്കും.
ഗ്രാമീണ ഇന്ത്യയിലെ സംയോജിതവും പങ്കാളിത്ത സ്വഭാവമുള്ളതുമായ ഒരു സുസ്ഥിര വികസന മാതൃക എന്ന നിലയിലാണ് കോൺഫറൻസിലേക്ക് സുസ്ഥിര തൃത്താല തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് മന്ത്രി MP രാജേഷ് അറിയിച്ചു. പരിസ്ഥിതി സുസ്ഥിരത, സാമ്പത്തിക സുസ്ഥിരത, സാമൂഹ്യ സാംസ്കാരിക സുസ്ഥിരത എന്നീ 3 വിഭാഗങ്ങളിലായി കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി, ഊർജ്ജ സുരക്ഷ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി അതത് മേഖലകളിലെ ആഗോളതലത്തിലെ വിദഗ്ധരാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന കോൺഫറൻസിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക. അതോടൊപ്പം പ്രായോഗിക പ്രവർത്തന മാതൃകകൾ അവതരിപ്പിച്ചുകൊണ്ട് സുസ്ഥിര വികസന അനുഭവങ്ങളും പങ്കുവയ്ക്കപ്പെടും. യൂറോപ്യൻ സെന്റർ ഫോർ സസ്റ്റൈനബിലിറ്റിയും കാനഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും സംയുക്തമായാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ ഉൾപ്പെടെ വിവിധ സർവകലാശാലകളും ഇതിൽ പങ്കാളികളാണ്. വിജ്ഞാന കേരള പദ്ധതി ജില്ലാതല ഇന്റേൺമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷാ തീയതി നീട്ടി. വിജ്ഞാന കേരള പദ്ധതി വിവിധ ജില്ലാതല ഇന്റേൺമാരുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം ജൂലൈ 9 വരെയാണ് നീട്ടിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട്, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലേക്കുള്ള ഇന്റേൺമാരുടെ അപേക്ഷാ തീയതിയാണ് നീട്ടിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുമായി കൈകോർത്ത് KDSKിന്റെ സഹകരണത്തോടെ നടത്തുന്ന സർക്കാരിന്റെ തൊഴിൽദാന പദ്ധതിയാണ് വിജ്ഞാന കേരളം. മാനേജ്മെന്റ്, സോഷ്യൽ വർക്ക്, നരവംശാസ്ത്രം, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഗവേണൻസ് തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമോ വിവിധ വിഷയമേഖലകളിൽ എഞ്ചിനീയറിംഗ് ബിരുദമോ ഉള്ള 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതത് ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ എന്നീ സ്ഥാപനങ്ങളിലായിരിക്കും പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തേക്ക് ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡായി 15,000 രൂപ നൽകും. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 9 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് vignanakeeralam.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ലഹരി വിരുദ്ധ ദിനാചരണം കിലയിൽ സത്യപ്രതിജ്ഞ ചൊല്ലൽ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കില ആസ്ഥാനത്തും സബ് സെന്ററുകളിലും ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കില ആസ്ഥാനത്ത് നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ കില ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ ദിവ്യ ഡൊമിനിക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത KPN, കില അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ണികൃഷ്ണൻ KP, കില ജീവനക്കാർ, പരിശീലനാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊട്ടാരക്കര CHRDയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞാ ചടങ്ങിൽ ഡയറക്ടർ സുദേശൻ V സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കില ഫാക്കൽറ്റിമാർ, ഉദ്യോഗസ്ഥർ, പരിശീലനാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തളിപ്പറമ്പിലെ കില സെന്ററിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ പ്രിൻസിപ്പൽ PM രാജീവ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കില ജീവനക്കാർ ഏറ്റുചൊല്ലി. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോട്ടയം നഗരസഭ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ 1000-ഓളം വരുന്ന കുട്ടികളോടൊപ്പം സൂംബ ഡാൻസിലും മന്ത്രി പങ്കെടുത്തു. ചടങ്ങിൽ നഗരസഭാംഗം അജിത്ത് പൂഴിത്തറ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി G അലക്സാണ്ടർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MR സുനിമോൾ, സ്കൂൾ പ്രിൻസിപ്പൽ TP മേരി, ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ AS ജെയിൻ, PTA പ്രസിഡന്റ് പ്രവീൺ K രാജ് എന്നിവർ പങ്കെടുത്തു. കിലയുടെ തളിപ്പറമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിൽ 2025-26 അധ്യയന വർഷത്തിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള MA സോഷ്യൽ എന്റർപ്രീനിയർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ്, MA പബ്ലിക് പോളിസി ആൻഡ് ഡെവലപ്മെന്റ്, MA ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസ് റെഗുലർ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചത്. ഏതെങ്കിലും വിഷയത്തിൽ 45% കുറയാത്ത മാർക്കോടെയുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി ഇല്ല. സർവീസിൽ നിന്നും വിരമിച്ചവർക്കും അപേക്ഷിക്കാം. SC, ST, OEC, OBH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ്സ് ലഭ്യമാണ്. മുൻഗണനാടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഫോൺ 0460 2200 904 9895 0941110 9061831907. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന നീർത്തട പദ്ധതിക്ക് തുടക്കമായി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടത്തുന്ന പദ്ധതി പ്രകാരം 620 കർഷകർക്ക് കാർഷികോപകരണ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ഷേർലി മാത്യു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയ അമ്പാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കൃഷ്ണമൂർത്തി, VOമാരായ ശശീന്ദ്രൻ, സുബിൻ ബാബു, ഡാനിയൽ JC എന്നിവർ പങ്കെടുത്തു. തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിന് പുതുതായി അനുവദിച്ച ഓഡിറ്റോറിയം നിർമ്മാണ ഉദ്ഘാടനം MM മണി MLA നിർവഹിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. MM മണി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രൻ, PTA പ്രസിഡന്റ് MJ ഫിലിപ്പോസ്, ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ഷിജിന മോൾ PM എന്നിവർ സംസാരിച്ചു. ഒരു തൈ നടാം ചങ്ങാതിക്കുരു മരം പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു. താഴത്ത് വടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അനൂപ് അധ്യക്ഷനായി. പരിസ്ഥിതി പുനഃസ്ഥാപനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ ഏകോപനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന ഒരു തൈ നടാം പരിപാടിയിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. കോട്ടയം ജില്ലയിൽ 7.5 ലക്ഷം തൈകളാണ് നടുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സാമൂഹ്യ വനവൽക്കരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, കൃഷി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പദ്ധതി നടപ്പാക്കുന്നത്.
വായനാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് PN പണിക്കർ ഫൗണ്ടേഷൻ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ ICDS സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാലിമ, നാർക്കോട്ടിക് സെൽ SI G ശാന്തകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബി വിദ്യാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിൽ കൃഷിശ്രീ സെന്റർ പ്രവർത്തനം തുടങ്ങി. പാണാവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് അങ്കണത്തിൽ സജ്ജമാക്കിയ കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ദലീമ ജോജോ MLA നിർവഹിച്ചു. കൃഷി വകുപ്പ് ആത്മ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബ്ലോക്കിൽ കൃഷിശ്രീ സെന്റർ അനുവദിച്ചത്. കാർഷിക രംഗത്തെ തൊഴിലാളിക്ഷേമം പരിഹരിക്കുന്നതിനും യന്ത്രവൽക്കരണം വ്യാപകമാക്കുന്നതിനും അഭ്യസ്തവിദ്യരായ തൊഴിലാളികൾക്ക് സെന്ററിന് കീഴിൽ പരിശീലനം നൽകും. ഇവരിലൂടെ ബ്ലോക്ക് പരിധിയിൽ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി മിതമായ നിരക്കിൽ കൃഷിയിടങ്ങൾ ഒരുക്കുകയും കാർഷികോൽപാദനം കൂട്ടുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ബ്ലോക്ക് പരിധിയിൽ നിന്ന് 35 കർഷക സേവകരെയും കോർഡിനേഷനായി ഒരു ഫെസിലിറ്റേറ്ററെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MK ജനാർദ്ദനൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് പിന്റു റോയ് വട്ടക്കുന്നേൽ, ആത്മ ആലപ്പുഴ പ്രോജക്ട് ഡയറക്ടർ PK ബേബി, റീന, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ഓണത്തിന് പൂക്കളമൊരുക്കാനായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാപറമ്പിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് K മുഹമ്മദ്, റിനി തോമസ്, ശോഭ ചന്ദ്രൻ, ബേബി പോൾ, PD രാജേഷ്, ബെൻഷാദ് നടുവിലെ വീട്, മിനി ഷാജി, MK അഫ്സൽ, ഷീജ സാൻകുമാർ, സിബി സേവ്യർ, മോളി ഡെന്നി, ദിശ പ്രതാപൻ, ജയ ജോസഫ്, സീമ KV, ഉഷ സഹദേവൻ, അനീഷ് കുമാർ, കൃഷി ഓഫീസർ അഞ്ജലി ഭദ്ര, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രൂപ്പ് കർഷകർക്കായാണ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത്. ഓണക്കാലത്ത് പൂക്കളമൊരുക്കാൻ പാകമാകുന്ന തൈകൾ സൗജന്യമായാണ് ഗ്രൂപ്പ് കർഷകർക്ക് നൽകിയത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണിച്ചാർ പഞ്ചായത്തിൽ ആരംഭിച്ച ലിവിംഗ് ലാബ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ദ്വിദിന ദുരന്ത നിവാരണ പരിശീലന ക്യാമ്പ് സന്നാഹം സംഘടിപ്പിച്ചു. ഡോക്ടർ പൽപ്പ് UP സ്കൂൾ കണിച്ചാർ, സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ കാപ്പാട്, സാന്തോം ഹയർ സെക്കൻഡറി സ്കൂൾ കൊളക്കാട് എന്നീ സ്കൂളുകളിലെ NSS SPC വിദ്യാർത്ഥികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. കണിച്ചാർ EK സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ്സ് അനലിസ്റ്റ് S ഐശ്വര്യ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് റിസലയൻസ് ഓഫീസർ K നിതിൻ, പേരാവൂർ ഫയർ സ്റ്റേഷനിലെ ഫയർമാൻമാരായ മഹേഷ്, അനീഷ്, ജിതിൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് സിയ അരുൺ, പേരാവൂർ ആപ്തമിത്ര വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗം ഡോക്ടർ ജോയ് ഇളമൺ മുഖ്യാതിഥിയായി. കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ഷാൻഡി തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മഴപ്പൊലിമ പുതുമയായി. യുവതലമുറയ്ക്ക് കാർഷിക സംസ്കാരം, കൃഷിരീതികൾ എന്നിവയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കുന്നനങ്ങാട് റെയിൽചാൽ വയലിൽ നടന്ന പരിപാടി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ CH പ്രദീപ് കുമാർ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ മുഖ്യാതിഥിയായി. കൊവ്വപ്പുറം വായനശാലയ്ക്ക് സമീപത്തു നിന്നും വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച മഴപ്പൊലിമ കുന്നനങ്ങാട് റെയിൽചാൽ വയലിൽ സമാപിച്ചു. തുടർന്ന് വിവിധ മത്സര പരിപാടികൾ നടന്നു. വനിതകൾക്കായി വർക്ക് നിയർ ഹോം പദ്ധതിയുമായി പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത്. പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു. ബ്ലോക്ക് പരിധിയിലുള്ള വനിതകൾക്കായി ഓഫീസ് അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം വീടിനടുത്ത് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. 12 വനിതകൾക്ക് ഒരേ സമയം ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഈ പദ്ധതിയിലൂടെ ലഭ്യമാവും. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമി, പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS വിജയകുമാരി, ഡോജിൻ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി PR ജയകുമാർ എന്നിവർ പങ്കെടുത്തു. വെഞ്ഞാറമൂട് തെങ്ങുംകോട് ഗവൺമെന്റ് LP സ്കൂളിൽ മാതൃകാ പ്രീ പ്രൈമറി വിഭാഗം വർണ്ണക്കൂടാരം DK മുരളി MLA ഉദ്ഘാടനം ചെയ്തു. പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പാട്ടുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് G കോമളം പ്രകാശനം ചെയ്തു. കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GG ലിസി അധ്യക്ഷയായി. പ്രധാനാധ്യാപിക KS ഷീജ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റാർസ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന് 10 ലക്ഷം രൂപയാണ് ചെലവ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തിണ്ണൂർ SC നഗറിൽ പൂർത്തീകരിച്ച അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ നിർമ്മിതി കേന്ദ്രം മുഖേന ഉന്നതികൾ കേന്ദ്രീകരിച്ച് 1 കോടി രൂപ ചെലവഴിച്ചാണ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾ പൂർത്തിയാക്കിയത്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൽവർട്ട് നിർമ്മാണം, ഇന്റർലോക്ക്, ചുറ്റുമതിൽ, വൈദ്യുതീകരണം തുടങ്ങിയ അടിസ്ഥാന പശ്ചാത്തല വികസനമാണ് നടപ്പിലാക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാർ മരക്കാർ അധ്യക്ഷനായ പരിപാടിയിൽ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അസൈനാർ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ്, വൈസ് പ്രസിഡന്റ് AN ഉസ്മാൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ IR സരിൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി വൈക്കം ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ അക്കരപ്പടം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ ഫുട്ബോൾ ടർഫ് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സി കെ ആശ MLA അധ്യക്ഷത വഹിച്ചു. കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും സി കെ ആശ MLAയുടെ ഫണ്ടിൽ നിന്നുള്ള 60 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. കലാലയ ജീവിതത്തോടൊപ്പം സംരംഭകരാകാൻ അവസരം ഒരുക്കി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്. ഇതോടനുബന്ധിച്ച് വാണിജ്യ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച MSME ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കാൻ പോകുന്ന തൊഴിലധിഷ്ഠിത സംരംഭകത്വ പരിപാടികളിലൂടെയാണ് സംരംഭക സംസ്കാരത്തിന് തുടക്കമാവുന്നത്. ഒരു വിദ്യാർത്ഥി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും അതിലൂടെ പഠനത്തിന് ആവശ്യമായ തുകയും കണ്ടെത്താനുള്ള തൊഴിലധിഷ്ഠിത പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിലൂടെ നടപ്പിലാക്കും. കോളേജിലെ ഒഴിവ് ദിനങ്ങളിൽ ബ്യൂട്ടീഷ്യൻ, എംബ്രോയിഡറി, ഫുഡ് ടെക്നോളജി, മൊബൈൽ ഫോൺ സർവീസ് എന്നീ കോഴ്സുകൾ നടത്തും. സെന്റ് ഡൊമിനിക്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ടഫ്കോ ഇന്റർനാഷണൽ കമ്പനിയുടെ മേധാവി KC സുമോദ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി സംരംഭക സംവാദവും ഇതോടൊപ്പം നടത്തി. വ്യവസായ വകുപ്പ് ഓഫീസർ KK ഫൈസൽ, വനിതാ സംരംഭകരായ സഫ്ന അമൽ, സബി ജോസഫ്, ജിജി തോമസ്, സെറീന, കോളേജ് ED ക്ലബ്ബ് കോർഡിനേറ്റർ റാണി അൽഫോൺസ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി തൃക്കൊടിത്താനം ഗവൺമെന്റ് HSSൽ ആരംഭിച്ച ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു. സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഈ അക്കാദമിക വർഷത്തിലെ അപ്പർ പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്കായാണ് ക്രിയേറ്റീവ് കോർണർ സജ്ജമാക്കിയിരിക്കുന്നത്. പാചകം, ഫാഷൻ ഡിസൈൻ, ഇലക്ട്രിക്കൽ ജോലി, കൃഷി, ഫർണിച്ചർ നിർമ്മാണം, പ്ലംബിംഗ്, LED ബൾബ് നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് ക്രിയേറ്റീവ് കോർണറിൽ പ്രാധാന്യം നൽകുന്നത്. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു, തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ജോസഫ്, വൈസ് പ്രസിഡന്റ് ബിനോയ് ജോസഫ്, തൃക്കൊടിത്താനം GHHS ഹെഡ് മിസ്ട്രസ് RS രാജി, LPS ഹെഡ് മിസ്ട്രസ് MM അജിതമ്മ, ക്രിയേറ്റീവ് കോർണർ നോഡൽ ഓഫീസർ K സുധർമ്മ, ഹൃദയപൂർവ്വം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജെൻഡർ ഫ്രണ്ട്ലി പ്രവർത്തന വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ലിംഗസമത്വ പ്രവർത്തനങ്ങളിലൂടെ വിവിധ സംരംഭങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്ന നിലയിൽ കരുത്താർജിക്കുന്നത്. പ്രാഥമിക ഡാറ്റാ ശേഖരണം, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ, വർക്ക് ഷോപ്പുകൾ, വിദഗ്ധരുമായുള്ള ആശയവിനിമയം എന്നിവയിലൂടെ കാഴ്ചപ്പാടുകൾ, ദർശനം, ലക്ഷ്യങ്ങൾ, ഏറ്റെടുത്ത വിവിധ പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ എന്നിവ വിശദീകരിക്കുന്ന ഒരു ലിംഗപരമായ നയരേഖ പഞ്ചായത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായാണ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ പ്രവർത്തനം. കൗൺസിലിംഗ് സെന്റർ, വിജിലൻസ് കമ്മിറ്റിയുടെ ഓഫീസ്, സ്ത്രീകളുടെ പരിപാടികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള വനിതാ കേന്ദ്രം എന്നിങ്ങനെ വിവിധ നിലകളിലും സെന്റർ പ്രവർത്തിക്കുന്നു. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിശ്ചിത ഇടവേളകളിൽ വായനാ തൽപരരായ സ്ത്രീകൾ ഈ സെന്ററിൽ ഒത്തുചേർന്നു. അവരുടെ രചനകൾ ഉൾക്കൊള്ളുന്ന സമത എന്ന മാസികയും വർഷാവസാനം പ്രസിദ്ധീകരിച്ചു. ഈ സെന്ററിൽ ഒരു ജെൻഡർ ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്. GRCയിലെ കൗൺസിലിംഗ് മുറിയിൽ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റുകൾ ഒരുക്കുന്നു. കില തയ്യാറാക്കിയ ചോദ്യാവലി ഉപയോഗിച്ച് നിയമ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ പഞ്ചായത്തിലെ സ്ത്രീകളുടെ സാമൂഹിക നിലയെക്കുറിച്ചുള്ള പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റിപ്പോർട്ടും പുറത്തിറക്കി. ജെൻഡർ റിസോഴ്സ് സെന്ററിന് സമീപം IHRDയുടെ സഹായത്തോടെ ഒരു വനിതാ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു. വാർഡ്, പഞ്ചായത്ത് തലങ്ങളിൽ പഠനങ്ങൾ നടത്തി വിജിലൻസ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാ വാർഡുകളിലും പരാതി പെട്ടികൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേഗത്തിലുള്ള ഇടപെടലും പരിഹാരവും സാധ്യമാകുന്നു. ആത്മവിശ്വാസവും സ്വയം പ്രതിരോധ ശക്തിയും പകരുന്നതിനായി കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി തൈക്കൊണ്ട പരിശീലന സെഷനുകൾ നടത്തുന്നു. കനിരാമറ്റം സെന്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആഴ്ചയിൽ 2 ദിവസം തൈക്കൊണ്ട പരിശീലന സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. കീപാഡ് പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകൾ വിതരണം ചെയ്യുന്നു. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇൻസിനറേറ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്.
എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജെൻഡർ ഡെസ്ക് സജീവമാണ്. കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളെ ആശ്രയിച്ച് ജെൻഡർ ഡെസ്ക് മീറ്റിംഗുകൾ നടത്തുകയും ശരിയായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ വാർഡുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജെൻഡർ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു. ലിംഗ അവബോധം സൃഷ്ടിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംവാദങ്ങൾ, റാലികൾ, ക്ലാസുകൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു. സ്വയം പ്രതിരോധ പരിശീലന പദ്ധതികൾ പ്രകാരം പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പ്രതിരോധ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുമായി ഘട്ടം ഘട്ടമായി പരിശീലനം നൽകുന്നു. ജനമൈത്രി പോലീസിന്റെ സഹായത്തോടെ 3 മേഖലകളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ ലിംഗ അവബോധം നൽകുന്നതിനായി തുളിയാത്ത സംഗമം എന്ന പരിപാടി 6 മാസത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് യോഗ പരിശീലനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് പരിപാടിയുടെ കീഴിൽ ഒരു പ്രത്യേക കെട്ടിടം നിർമ്മിച്ചു. സ്ത്രീകളുടെ ശാരീരിക ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനായി യോഗയിൽ പരിശീലനം നൽകുന്നതിനായി ഒരു യോഗ ഇൻസ്ട്രക്ടറെയും നിയമിച്ചു. മില്ലിങ്കൽ ജംഗ്ഷനിലെ കുട്ടികളുടെ പാർക്കിന് സമീപം സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യായാമം ചെയ്യാൻ കഴിയുന്ന ഒരു തുറന്ന ജിം പ്രവർത്തിക്കുന്നു. സമ്പൂർണ്ണ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ സ്വയം ഒരു അടയാളമാവുന്നതിലേക്ക് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് അതിവേഗം നീങ്ങുകയാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ സഫീഷ്യന്റ് വില്ലേജിൻ പ്രവർത്തനങ്ങളെ നമുക്ക് അറിയാം. കളിമൺ കലാവൈഭവത്തിനും കാഴ്ചകളുടെ പച്ചപ്പിനും പേരുകേട്ട ഒരു ഗ്രാമമാണ് കൊടകര ഗ്രാമപഞ്ചായത്ത്. വികസന സംരംഭങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്ത് എപ്പോഴും മുൻപന്തിയിലാണ്. പല ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ ജനകീയാസൂത്രണ പരിപാടിയിലൂടെ ഇന്ന് കുടിവെള്ളക്ഷാമത്തിന് വലിയ അളവിൽ പരിഹാരം കാണാനായി. തുറന്ന കിണറിന്റെയും അതിലെ വെള്ളത്തിന്റെയും ലഭ്യതയ്ക്കും സംരക്ഷണത്തിനും ഗ്രാമപഞ്ചായത്ത് നൽകുന്ന ശ്രദ്ധ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. 2022-23 സാമ്പത്തിക വർഷം കിണറുകൾ വൃത്തിയാക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 6,67,955 രൂപ പഞ്ചായത്ത് ചെലവഴിച്ചു. മണ്ടേക്കർ പദ്ധതിയിലൂടെ സ്വന്തമായി കിണറുകൾ ആവശ്യമുള്ളവർക്കായി ചുരുങ്ങിയ ഫണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ പദ്ധതിയിൽ 16 കിണറുകളും കുഴിച്ചു. കൊടകര പഞ്ചായത്തിൽ മഴക്കാലത്ത് മഴവെള്ള കിണർ റീചാർജ് ചെയ്യുന്ന പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നു. ഈ പദ്ധതിക്കായി 64,79,928 രൂപ ചെലവഴിക്കുകയും 559 കിണറുകൾ റീചാർജ് ചെയ്യുകയും ചെയ്തു. ആനത്തടം, ചെറുകുന്ന്, അഴകം, അന്നാഞ്ചിറ, കാവുന്തറ എന്നീ സ്ഥലങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കി. ഈ കുടിവെള്ള പദ്ധതികളിലൂടെ 1200 വീടുകൾക്ക് സമൃദ്ധമായ ജലവിതരണം ഉറപ്പാക്കി. വാർഡ് നമ്പർ 6, 7, 13, 15, 16 എന്നിവിടങ്ങളിലെ പൊതുകുളങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി 18,96,761 രൂപ ചെലവിൽ നവീകരിച്ചു. 4, 5, 9, 12, 19 വാർഡുകളിൽ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള വിതരണത്തിനുമായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വിപുലീകരിച്ചു. ഇതിലൂടെ 120 ഹെക്ടർ ഭൂമി കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെ അരുവികളുടെയും കനാലുകളുടെയും കരകളിലെ മണ്ണൊലിപ്പ് ഒഴിവാക്കാൻ കയർ ഭൂവസ്ത്ര എന്ന പദ്ധതി ശാസ്ത്രീയ സംവിധാനം വിജയകരമായി നടപ്പിലാക്കി. ഇതിലൂടെ തടസ്സമില്ലാതെ വെള്ളം ഒഴുകിപ്പോകാനും വെള്ളക്കെട്ട് ഒഴിവാക്കാനും കഴിയും. ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും കുടിവെള്ളം എത്തിക്കുക എന്ന സ്വപ്ന പദ്ധതിയുടെ ആദ്യഘട്ടം വിജയകരമായി നടപ്പിലാക്കി. ഈ പദ്ധതിയിലൂടെ 2200 കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകി. 1ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ജലസമൃദ്ധമായ ഗ്രാമം എന്ന സ്വപ്നം പൂവണിയും. അടുത്തതായി നമുക്ക് സംസാരിക്കാം. കോട്ടയം ജില്ലയിലെ കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യുവും സെക്രട്ടറി സിനിമോളുമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. എൻ്റെ പേര് അമ്പിളി മാത്യു, കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കോട്ടയം ജില്ല. ഇത് സെക്രട്ടറി സുനിമോൾ.
അതിദരിദ്രരായവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ വേണ്ടി കിറ്റുകൾ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അതുപോലെ വീടില്ലാത്തവർക്ക് പ്രത്യേകമായിട്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വീട് മെയിൻ്റനൻസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങാനായിട്ട് പ്രത്യേക പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് FHC എന്നവർക്ക് സൗജന്യമായിട്ട് മെഡിസിൻ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ അവർക്ക് പറ്റുന്നവർക്ക് സംരംഭം തുടങ്ങാനായിട്ട് ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിലവിലവിടെ അതിദരിദ്രർ ഇല്ല. കോട്ടയം ജില്ലയിൽ അതിദരിദ്ര വിമുക്ത പഞ്ചായത്താണ് കുരപ്പുഴ പഞ്ചായത്ത്. പിന്നെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ മാസവും മരുന്ന്, ഭക്ഷണം ഇവയൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ കുരപ്പുഴ കർഷക ഗ്രാമമാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പച്ചക്കറി കൃഷി വികസനം, അതുപോലെ തന്നെ ഇത്തവണ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. പിന്നെ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്യുന്ന പരിപാടികളുണ്ട്. പിന്നെ മുൻപ് നമുക്ക് കേരഗ്രാമവും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളുമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തെങ്ങിൻ്റെ കീടനിയന്ത്രണത്തിനായിട്ട് പ്രത്യേക പ്രോജക്റ്റ് വയ്ക്കുന്നുണ്ട്. എല്ലാ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്കും സഹായകരമായ രീതിയിൽ അവർക്ക് പ്രയോജനകരമായ പദ്ധതികളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്ക് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ ഒരു കർഷകൻ ഏതാണ്ട് 4.5 ഏക്കറുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹം എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കർഷകർക്കായിട്ടൊരു കാർഷിക മാർക്കറ്റുണ്ട്. കാർഷിക കർമ്മസേന ജില്ലയിലെ തന്നെ മികച്ച കാർഷിക കർമ്മസേനയാണ് കുരപ്പുഴയുടേത്. കുരപ്പുഴ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ 34 പേര് പ്രവർത്തിക്കുന്നുണ്ട്. MCF സാമാന്യം വലിയ MCF തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള MCF ആണ്. അവിടെ ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് ബേലിംഗ് മെഷീന്, കൺവെയർ ബെൽറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വാർഡിലും 2 മിനി MCF വീതം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബിന്ന്, പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ ബിന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറയ്ക്ക് MCFൽ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിലിപ്പം പ്രോജക്റ്റ് നിലവിലുള്ള പ്രോജക്റ്റ് വെച്ചിട്ട് തന്നെ ഇനി വാർഡിൽ ഓരോ MCF കൂടി മിനി MCF കൂടി വയ്ക്കാനായിട്ടും ഈ വർഷം തന്നെ അതും ചെയ്യും. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി കുരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ബിന്ന് കൊടുത്തിട്ടുണ്ട്. റിംഗ് കമ്പോസ്റ്റ്, ജൈവ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് റിംഗ് കമ്പോസ്റ്റ് പിറ്റ്, ജീബിൻ തുടങ്ങിയവ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 ഹോസ്പിറ്റലുകളുണ്ട്. ഒരു ആയുർവേദം, ഒരു അലോപ്പതി, ഒരു ഹോമിയോ. 3 ഹോസ്പിറ്റലുകൾക്കുമായി നമ്മൾ ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിൽ ഫണ്ട് മരുന്ന് വാങ്ങലിനായിട്ട് ഓരോ വർഷവും വെക്കുന്നുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചത് ജില്ലയിലെ തന്നെ കിടത്തി ചികിത്സയുള്ള വളരെ മികച്ച ഒരു ഹോസ്പിറ്റലാണ്. 30 ബെഡുള്ള ഹോസ്പിറ്റല്. അതുപോലെ തന്നെ FHCയുടെ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആശാവർക്കർമാരുടെയൊക്കെ സേവനം വളരെ നന്നായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും കൃത്യമായി തന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ 3 മെഡിക്കൽ വിഭാഗങ്ങളിലുമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹോമിയോയും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഹോമിയോയുടെ കീഴിലിപ്പം NHMൻ്റെതായിട്ട് ഒരു യോഗ ക്ലബ്ബ്, ഓരോ വാർഡിലും യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ആയുർവേദത്തിൻ്റെ കീഴിലും ഹോമിയോയുടെ കീഴിലും അലോപ്പതിയുടെ കീഴിലും നന്നായി പ്രവർത്തിക്കുന്നു. ആയുർവേദത്തിൽ നിന്നുള്ള ഹോമിയോ എന്നുള്ളൊരു ഡോക്ടറാണ് അതിൻ്റെ ഇൻസ്ട്രക്ടർ. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 200ഓളം പേര് ആ ഒരു യോഗ ക്ലബിൽ അംഗങ്ങളാണ്. അതുകൂടാതെ പഞ്ചായത്തും യോഗയ്ക്ക് വേണ്ടി പ്രോജക്റ്റ് വെച്ച് ഇൻസ്ട്രക്ടറെ വെച്ച് പരിശീലനം കൊടുക്കുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമങ്ങൾക്കായി ഏറ്റവും കൂടുതൽ അംഗനവാടി വഴിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 28 അംഗൻവാടികളുണ്ട്. അവിടെ എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടവും എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൃത്യമായി അംഗനവാടികളിൽ ഗർഭിണികളെയും പിന്നെ പാൽ കൊടുക്കുന്ന അമ്മമാരെയും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെയും ഒക്കെ പിന്നെ പരിചരിക്കുന്ന രീതിയിലേക്ക് അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട് കൃത്യമായി തന്നെ. അതുപോലെ കൗമാര ക്ലബ്ബുകൾ എല്ലാ അംഗൻവാടികളോട് ചേർന്നും പ്രവർത്തിക്കുന്നുണ്ട്.
ഗാന്ധി അനുഗ്രഹത്താൽ ഇതുവരെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തൊരു ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടേത്. വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കുറവുള്ള ഒരു പഞ്ചായത്താണ്. എങ്കിലും നമ്മളൊരു ടീമിനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവരുടെ പ്രയോജനം ലഭിക്കും. അതുപോലെ പിന്നെയുള്ളത് നമുക്ക് ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണുണ്ടാകുന്ന ചെറിയ നാശനഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അത് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് മരങ്ങൾ വെട്ടിമാറ്റാനുള്ള, അതായത് ചില്ലകളൊക്കെ വെട്ടിമാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് മാതൃമല ക്ഷേത്രം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. ഗ്രാമപഞ്ചായത്തിൽ അതിനുള്ള ഫണ്ടുകൾ ഇല്ലാത്തത് കൊണ്ടും അതങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പിന്നീടുള്ളത് നമ്മുടെ ചാത്തൻപാറ ഭാഗത്ത് നമുക്ക് തോടിൻ്റെ സൈഡ് ഒരു ചെക്ക് ഡാമും ഒക്കെ ആയിട്ട് അതിൻ്റെ സൈഡ് വളരെ മനോഹരമാക്കി നാട്ടുകാരുടെ കൂടെ സഹകരണത്തോടെ മനോഹരമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് അവിടെ കുറച്ച് ഞങ്ങൾ പ്രോജക്റ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്, കുറച്ച് ബെഞ്ചുകളും ഒക്കെ ഇട്ട് അത് കുറച്ചും കൂടി ആൾക്കാർക്ക് പ്രയോജനകരമാക്കാൻ വേണ്ടി. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കുടിവെള്ളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. നമുക്ക് മുൻപ് 2010-15 കാലഘട്ടത്തിൽ ജലനിധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. അതിന്റെ കുറെ പദ്ധതികൾ നമുക്ക് ഇപ്പോൾ നടപ്പിലുണ്ട്. എങ്കിൽ കൂടിയും ജലമിഷൻ വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ചെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല, നമ്മുടെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും തന്നെ ഒരു വെല്ലുവിളിയായി ആ ജലമിഷൻ നിൽക്കുകയാണ്. ജലമിഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്കും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് അധികം നദികളോ ഒന്നുമില്ലാത്ത പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജലമിഷന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയായി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ആണ് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രവർത്തനം. പിന്നീട് ആരോഗ്യ മേഖലയിലും കുട്ടികളുടെയും യുവാക്കളുടെയും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെയും ഒക്കെ ആരോഗ്യ വിനോദ പരിപാടികളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. മുതിർന്ന പൗരന്മാർക്കായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ടൂർ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ വയോജന കായിക കലാമേളയൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ കുറേയേറെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അതിൽ കൂടുതലായിട്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പഞ്ചായത്തായിട്ട് ഒത്തിരി സംരംഭങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ ചെറിയ സംരംഭകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ വർഷം നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. പിന്നെ കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക മൃഗസംരക്ഷണ മേഖലകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് ആഗ്രഹം. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.